ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇഷാൻകുട്ടനൊരു സൈക്കിൾ വാങ്ങാനാണേ. 2 ദിവസം കഴിഞ്ഞാൽ ഇഷാൻകുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ഇഷാൻകുട്ടന് ഒരു സൈക്കിൾ ഓൾറെഡി ഉണ്ടായിരുന്നു. അത് കുറച്ച് ചെറുതായിപ്പോയി. ഇപ്പോൾ അവൻ ഭയങ്കരമായിട്ട് പൊക്കം വെക്കുന്നുണ്ട്. ഒത്തിരി പഴയത്, ഒരു 3 വർഷത്തോളമായി ആ സൈക്കിൾ. 3 അല്ല, അതിൽ കൂടുതലായി. അപ്പോൾ കുറച്ചും കൂടെ വലുതായിട്ട് സൈക്കിൾ വാങ്ങാം എന്നുള്ളൊരു ആലോചനയിലായിരുന്നു. അപ്പോഴാണ് അച്ഛമ്മ പറയുന്നത്, അച്ഛമ്മയുടെ അക്കൗണ്ടിൽ കുറച്ച് ക്യാഷ് കിടപ്പുണ്ട്, തൊഴിലുറപ്പിന് പോയി ക്യാഷ് കിടപ്പുണ്ട്, അതും വെച്ച് ഈശാൻകുട്ടനൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കാൻ. അപ്പോഴേ ഈശാൻ നമ്മൾ സ്കൂൾ ബസ്സിൽ നിന്ന് കുട്ടിച്ചിറക്കിയൊക്കെ കണ്ടാൽ ഈശാൻ ഭയങ്കര സന്തോഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്കൂളിൽ പോയി അവനെ വിളിക്കുന്നതും ഇങ്ങനെ ബസ്സിൽ നിന്ന് അവനെ വിളിക്കുന്നതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈശാൻകുട്ടന് സൈക്കിൾ വാങ്ങാൻ പോകണേ. നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. സൈക്കിള് പാർട്സായിട്ട് വന്നിട്ട് അവിടെ നിന്ന് ജോയിൻ്റ് ചെയ്തൊക്കെ കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ഷോപ്പുണ്ടല്ലോ. അത് വലിയ ബഡാ സംഭവം ഷോപ്പൊന്നുമല്ല, റിപ്പയറിങ് ഷോപ്പും കൂടെ കൂടിയിട്ടുള്ള. നമ്മുടെ ഏരിയയിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ അവിടെ പോയാണ് എടുക്കുന്നത്. നല്ല ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്. നമ്മൾ പുറത്ത് വലിയ ഷോപ്പുകളിൽ പോയി എടുക്കുന്ന അത്രയും ക്യാഷൊന്നും ആവത്തില്ല. അച്ഛന് സൈക്കിൾ വാങ്ങിയത് ഇവിടെ നിന്നായിരുന്നു കേട്ടോ. അത് നമ്മൾ ഇങ്ങോട്ട് തന്നെ പോയത്. അപ്പോൾ നമ്മൾ ഇടക്കുന്ന ATM കയറി ക്യാഷൊക്കെ എടുത്തു. അച്ഛമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റാണെന്ന് പ്രത്യേകം ഇഷാനോട് പറഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇഷാൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. സൈക്കിൾ വാങ്ങാനാണ് കൊണ്ടുപോകുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ആദ്യം നമ്മൾ സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഓർത്ത് അവൻ ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാമല്ലോ, അവൻ ഇഷ്ടപ്പെട്ട കളറും അവൻ ഹൈറ്റൊക്കെ നോക്കിയിട്ട് അങ്ങനെ എടുത്തു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് പിന്നെ നമ്മൾ തീരുമാനം മാറ്റി അവനെയും കൊണ്ടുപോകുന്നത് കേട്ടോ. അതേ സൈക്കിൾ ഷോപ്പൊക്കെ എത്തി. ആ ചേട്ടൻ അവിടെ സൈക്കിൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒത്തിരി സൈക്കിൾ റിപ്പയർ ചെയ്യാൻ കിടപ്പുണ്ട് കേട്ടോ. വലിയ പോഷ് സെറ്റപ്പ് ഒന്നുമല്ല, എന്നാലും നമുക്ക് ഡിസ്കൗണ്ട് നല്ല അടിപൊളി സാധനം കിട്ടും കേട്ടോ. സൈക്കിൾ വന്നപ്പോഴത്തേക്കും ലേശം എൻ്റെ കിളി പോയി, കാരണം ഇച്ചിരി വലിയ സൈക്കിൾ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഈശാനാണെങ്കിൽ ഓരോ വർഷം ചെല്ലുന്നവരും നല്ലോണം ഹൈറ്റ് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞു, ഇവന് ഹൈറ്റ് ഉണ്ടല്ലോ അത്യാവശ്യം, അതുകൊണ്ട് സീറ്റ് താഴ്ത്തി തരാം, ഈ സൈക്കിൾ തന്നെ മതി എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഈ സൈസ് 24 അങ്ങനെ എന്തോ സൈസാണ്, അത് തന്നെ എടുത്തുകൊണ്ട് വരികയാണ്, ഇതായിരിക്കും കറക്റ്റ് എന്ന്. ഈശാൻ കഷ്ടിപുഷ്ടി കാലെത്തുന്നുള്ളൂ കേട്ടോ. എനിക്കതന്നെ ഭയങ്കര ടെൻഷൻ. എനിക്ക് ടയറൊക്കെ ഭയങ്കര വലുതായിട്ട് തോന്നി. കൊച്ച് വീഴുമോ, കൊച്ചിന് ചവിട്ടാൻ പറ്റുമോ എന്നൊക്കെ. ഒന്നാമത്തെ ആൾക്ക് ഇത്തിരി ഷോ കൂടുതലാണ്, ടയർ പൊക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷനായിരുന്നു കേട്ടോ, ഇത് വേണോ, കുറച്ചും കൂടെ ചെറുത് പോരെയെന്ന്. പക്ഷേ പിന്നെ ഇരിക്കുന്നത് തീരെ ചെറുതാണ്. അത് കഴിഞ്ഞാൽ ഈ സൈസാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് തന്നെ എടുക്കാം എന്നുള്ളൊരിതിൽ പോവാം കേട്ടോ. ഈശാനെ കൊണ്ടൊന്ന് ട്രയൽ നോക്കാൻ പോകും. അപ്പോൾ ഷോപ്പിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയ റോഡുണ്ട്, അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ ഇങ്ങനെ ചവിട്ടി നോക്കാൻ പറ്റും നമുക്ക്. ഈ റോഡിൽ അവന് ചവിട്ടി നോക്കാനായിട്ട് കൊണ്ടുപോകാം കേട്ടോ. കാലൊന്നും എത്തുന്നില്ലെന്നുണ്ടെങ്കിലും ആൾക്ക് ഇത് സ്പീഡിൽ പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഷോ ആയിരുന്നു കേട്ടോ. സൈക്കിളൊക്കെ ചവിട്ടി ആദ്യം നോക്കിയിട്ട് ചവിട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആശാൻ ചവിട്ടിയപ്പോൾ അങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് എടുക്കുക, പിന്നെ നിർത്താനും പറ്റുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെ നിർത്തി, ഇത് തന്നെ മതി, ഭയങ്കര സന്തോഷമാണ്, ഇത് തന്നെ മതി എനിക്ക് എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ഹീറോയുടെ സൈക്കിളാണിത്. 6500 അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ്. പിന്നെ ഡിസ്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈശാൻ സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ റോഡല്ല, തൊട്ടടുത്ത റെയിൽവേ ഗേറ്റാണ്. അപ്പോൾ ഒത്തിരി വണ്ടികൾ, ബസ് റൂട്ടാണ്, ഒത്തിരി വണ്ടികളുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈശാൻ വലിയ സൈക്കിളിൽ ഇത് ബ്രേക്ക് പിടിക്കാൻ പറ്റുമോ, അവന് കാല് ചവിട്ടി നിർത്താൻ പറ്റുമോ എന്നൊക്കെ ഓർത്തുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക്. പിന്നെ ആൾ അതിൽ തന്നെ പിടിച്ച് അത് തന്നെ മതിയെന്ന് പറഞ്ഞ് നമ്മളുടെ സൈക്കിളൊക്കെ വണ്ടിയിൽ കയറ്റി തിരിച്ചു പോകാൻ കേട്ടോ. നമ്മളുടെ സ്ഥലമൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. പള്ളിത്തോട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തുറവൂരിൽ നിന്ന് പള്ളിത്തോട് വഴി അഴീക്കൽ, അതാണ് കേട്ടോ നമ്മുടെ ഈ റൂട്ട്. ഇതിപ്പോൾ നമ്മൾ ഇഷാൻ്റെ സ്കൂള് എന്ന് പറയുന്ന തുറവൂർ TD സ്കൂളാണ്, അതിലെയാണ് പോകുന്നത്. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഒരു കസിൻ പയ്യനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവനായിട്ട് വർത്തമാനം പറയാണ് കാർ നിർത്തി. അപ്പോൾ അവൻ പുറകെ ഒരു ബസ് തന്നെ കണ്ട്, അയ്യോ ബസ് എന്ന് പറഞ്ഞ് വേഗം ഓടുകയാണ്. വലിയൊരു ബസ് പുറകെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ പോയി, ഞങ്ങളും ബസ് വന്നുകൊണ്ട് ചെറിയ വഴിയാണിത്, അതുകൊണ്ട് നമുക്ക് കുത്തി കയറ്റി ഒന്നും അങ്ങനെ പോകാനൊക്കത്തില്ല. നല്ല ക്ഷമയോടുകൂടി തന്നെ ഓടിക്കണം വണ്ടിയൊക്കെ. ബസ് റൂട്ട് ഇതിപ്പോൾ ബസ് റൂട്ടല്ല, നമ്മൾ ചെറിയ വഴിയാണ്, എന്നാലും
സൈഡൊക്കെ ഇങ്ങനെ കാട് പിടിച്ചിരിക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ഇടുങ്ങി തോന്നും നമുക്ക് വഴി. നമ്മുടെ ചെറിയ റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് സ്ഥലം. 2 സ്ഥലങ്ങളിലും ചാല്, ചീനവലകൾ, വഞ്ചി, ബോട്ട്, അങ്ങനത്തെ അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ. ഞാനൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഞാൻ അധികം കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു ചെറുതിലൊക്കെ. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇത്ര ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നത്. എന്ത് രസമാണെന്നറിയാമോ, നമുക്ക് ഈ റോഡിലൂടെയൊക്കെ ഇങ്ങനെ ഒരു സന്ധ്യയാകുമ്പോഴൊക്കെ പോകാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. റോഡൊക്കെ ഇത്തിരി മോശമാണ്, ഇത്തിരി കുണ്ടും കുഴിയൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് കാഴ്ചകൾ ഭയങ്കര രസമാണ്. ഒരു ചേട്ടനോട് ചീനവല പൊക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഒന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അധികം അവിടെ നിന്നില്ല. ആ ചേച്ചിയാണ് വള്ളം തുഴയുന്നത്. ഇവിടുത്തെ ചേച്ചിമാർക്കൊക്കെ വള്ളം തുഴയാൻ നീന്താനൊക്കെ അറിയാം കേട്ടോ. മുങ്ങി തപ്പി മീനൊക്കെ പിടിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടുത്തെ ചേച്ചിമാർക്കൊക്കെ. എന്നിട്ട് രാവിലെ മീനുമായിട്ടൊക്കെ വരും. അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂ ഒക്കെ. നല്ല വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ടാവട്ടെ. ഈ കെലെങ്കിലൊക്കെ ആൾക്കാർ വന്നിരിക്കും, വർത്താനം പറയുമോ, അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 4 മണി കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ടാണ് അത്ര ആൾക്കാരില്ലാത്തത്. ഈ അടുത്തൊരു ചേട്ടൻ ചീനവല നോക്കുന്നു. ആ ചേട്ടന് ചീനവലയെന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഒരു ബോട്ട് പോകുന്നുണ്ട് കേട്ടോ, അതിൽ നിറയെ ആളുകളുണ്ട്. എനിക്കൊന്ന് ഇത് റിസോർട്ടിലാണെന്ന് തോന്നുന്നു. ഞാൻ അധികം ഇതിൽ ബോട്ട് പോകുന്ന കണ്ടിട്ടില്ല. ആ റിസോർട്ടുകാരുടെ ബോട്ടാണെന്ന് തോന്നുന്നത് ഇതിലേ പോകുന്നത്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ആ കാണുന്നതാണ് നമ്മുടെ വാക്കയിൽ പാലം എന്ന് പറയുന്ന പുതിയ പാലം ഉണ്ടോ നമ്മുടെ. എപ്പം നോക്കിയാലും അതിൽ പിള്ളേരാണ് ഫോട്ടോ എടുക്കലും കൂട്ടം കൂടി വർത്താനം പറയലൊക്കെ ആയിട്ട്. പിള്ളേർ സെറ്റിൻ്റെ ഒരു കേന്ദ്രമാണത്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിലേക്ക് പോകുമ്പോഴത്തേക്കും ഇടയ്ക്കൊക്കെ അവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാറില്ല കേട്ടോ. ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുടെ മെയിൻ സ്ഥലമാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്താറായിട്ടോ. ഈശൻ ഭയങ്കര ഇതിലാണ്, എങ്ങനെയെങ്കിലും ഒന്ന് സൈക്കിൾ പുറത്തിറക്കി ചവിട്ടിയാൽ മതി എന്നുള്ളൊരു സെറ്റപ്പിലാണ് ആൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്താറായി. സൈക്കിളൊക്കെ ഇറക്കിയത് അപ്പായി വരികയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പായിക്ക് അപ്പുറത്ത് തന്നെ ഷോപ്പാണ്, കട നടത്തുകയാണ് അപ്പായി. അപ്പോൾ അപ്പായി ഓടി വരികയാണ് സൈക്കിൾ കാണാനായിട്ട്. സൈക്കിൾ വെച്ച് ഫോട്ടോയൊക്കെ എടുത്തോട്ട് ആളൊത്തിരി. ഇങ്ങനെ ഈ റൂട്ടിലധികം വണ്ടികളില്ല, എന്നാലും എനിക്ക് എന്തോ ഭയങ്കര ഉള്ളിലൊരു ടെൻഷനായിരുന്നു. എങ്ങനെയാണിത് സൈക്കിൾ വലുതാണ് എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ ഒരു കുറച്ച് നേരം കൊണ്ട് ആളതായിട്ട് സെറ്റായി കേട്ടോ. നല്ലോണം ചവിട്ടാനൊക്കെ ആയി. ഇച്ചിരി ഒരു കാലെത്താത്ത ഒരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴത്തേക്കും മിഷാൻ ഇത്രയും കൂടെ ഹൈറ്റ് വെക്കും. നല്ലോണം ഇപ്പോൾ ഹൈറ്റ് വെക്കുന്നുണ്ട് ആൾ, അതുകൊണ്ട് സെറ്റായിരിക്കും തോന്നണം. ഇപ്പം തന്നെ കാലിൻ്റെ തുമ്പ് വരെ എത്തുന്നുണ്ട് ആൾ. ഒന്ന് ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ സെറ്റായി. അപ്പോൾ അതേ അച്ഛമ്മനെ കാണിക്കാനായിട്ട് പോവുകയാണ് ടൈഷൻ. അച്ഛമ്മനെ നമുക്ക് കാണിച്ചു കൊടുക്കാം, സർപ്രൈസ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. ചെറിയ വഴിയാണ് കേട്ടോ, നമ്മുടെ ചെറിയ വഴി കൂടെ ഈശാൻ നല്ല പെർഫെക്റ്റായിട്ട് ഓടിക്കുന്നുണ്ട്, നല്ല ബാലൻസ് ചെയ്ത് ഓടിക്കുന്നുണ്ട്. അച്ഛമ്മ അങ്ങനെ ഓടി വരും കേട്ടോ ഇപ്പോൾ കാണാനായിട്ട്. വാതിക്ക് പോയി നിന്ന് ബെല്ലടിക്കുവാണേ. ഒരു ബെല്ല് അവർ സൈക്കിളിനൊപ്പം നിന്നായിരുന്നു കേട്ടോ. പിന്നെ ഒരു പമ്പ് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ മറന്നുപോയി. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ചെയിൻ ടൈറ്റ് ചെയ്യാൻ ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ വാങ്ങാമെന്ന് ഓർത്തിരിക്കുകയാണ്. തൽക്കാലം ഐഷൻ്റെ അപ്പായുടെ കയ്യിൽ പമ്പുണ്ട്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സൈക്കിളിൽ ഇന്നേ ട്യൂഷന് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ട്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ റോഡിൽ കൂടെ കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം. അതുകൊണ്ട് ഇവൻ പോയാൽ സെറ്റാവുമോ എന്നൊക്കെ അറിയാനൊരു അങ്ങനെ ഒരു ടെൻഷൻ എനിക്ക്. പിന്നെ ആൾ വീട്ടിൽ നിന്ന് പിന്നെ അപ്പായുടെ കടയിൽ പോയി 2 പ്രാവശ്യം എന്തോ 2-3 പ്രാവശ്യം അപ്പായുടെ കടയിലേക്ക് പോയി. തിരിച്ചു വരലും അങ്ങനെ ബഹളം തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ ഈശാൻകുട്ടൻ്റെ ബർത്ത്ഡേ ദിവസം വന്നിട്ടോ. ഇത് എൻ്റെ ചേട്ടൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ ഈശാന്. അതൊക്കെ ഇട്ട് കൂട്ടുകാർക്ക് ചോക്ലേറ്റൊക്കെ ആയിട്ട് ആൾ സ്കൂളിലേക്ക് പോവാണേ. അപ്പോൾ വൈകുന്നേരമായിട്ടായി ചെറിയൊരു കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. കേക്ക് മുറിക്കാത്തൊരാഘോഷം ഈശാന് ചിന്തിക്കാനേ വയ്യ. എന്തുണ്ടെങ്കിലും ആൾക്ക് കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന നേരം ഈശാൻ്റെ അപ്പായി വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. എനിക്കെന്തോ കുറച്ച് വലുതായിട്ട് തോന്നിയ ഡ്രസ്സ്, എന്നാലും നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. നല്ല ഒരു മെറ്റീരിയലിൻ്റെ ആയിരുന്നു ഷർട്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ബീനാമയും
മീനമ്മയുടെ മക്കളായ ആദർശും ഐശ്വര്യമൊക്കെ ഉണ്ട് കേട്ടോ. ആദർശ് ഐശ്വര്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷാൻ്റെ ചങ്കുകളാണ് കേട്ടോ. ഇഷാനെ എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയതൊക്കെ അവരാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ പോകണ്ടോ, അപ്പായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇഷാൻ അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന ഭയങ്കര സന്തോഷത്തിലുണ്ട്. ആൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള എല്ലാ കുഞ്ഞു പിള്ളേർക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ, കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുക. കുഞ്ഞൂസ് ഇതെന്താ എന്നൊന്നും അറിയാതെ ഇങ്ങനെ ബ്ലങ്കസ്യാന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു കേട്ടോ. ശരി, ഞാനും ഇത്തിരി കേക്ക് വായിൽ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് ആളൊന്ന് ആക്റ്റീവായി. എന്താ തിന്നാനുള്ള സാധനമാണ് ഇതെന്ന് ആൾക്ക് മനസ്സിലായി. പിന്നെ അതിനു വേണ്ടി ബഹളമായിരുന്നു കേട്ടോ. പിന്നെ അധികം കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അവനെ കൊണ്ട് പോകുമായിരുന്നു അച്ഛൻ. അങ്ങനെ മീനാമ്മയും ഐശ്വര്യയൊക്കെ എല്ലാവരും കേക്ക് കൊടുക്കാണ്ട് ശേഷം അവസാനം ഞാനും കൊടുത്ത്. അച്ചായിയുടെ ഒക്കെ കുറച്ച് അച്ചായി മുഖത്തൊക്കെ ഇങ്ങനെ തൂത്ത് വെച്ചിട്ടുണ്ട്. ഇത് മീനാമ്മ വാങ്ങിച്ചു കൊടുത്ത മേടിച്ചു കൊടുത്ത വാങ്ങിച്ചു കൊടുത്ത ടീഷർട്ടാണ് കേട്ടോ. ഓഫ് സ്ലീവോ അങ്ങനെ എന്തോ ഒരു സ്റ്റൈൽ ആ ടീഷർട്ടാണ്. ഞാനിത് ഇഷാൻ ഇട്ട് നോക്കിയിട്ട് എനിക്കെന്തോ ഇണക്കം തോന്നാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയില്ലായിരുന്നേ. പക്ഷേ ഇത് ആദർശനായി സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. ഇതവൻ ഇട്ടിട്ട് പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, നല്ല ഫ്രീക്ക് ലുക്കായിരുന്നേ. പിന്നെ അച്ഛൻ ഒരു ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് ഈശാൻകുട്ടൻ ഒത്തിരി നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഗിഫ്റ്റിൻ്റെ അകത്ത്. അത് കിട്ടിയപ്പോൾ ആളുടെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തായിരുന്നു. ഒരു മൈക്കാണ് കേട്ടോ അത്. നമ്മൾ ബ്ലൂടൂത്തൊക്കെ കണക്ട് ചെയ്യില്ലേ, ഫോണായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന മൈക്ക്. ഇത് ഒരുപാട് നാളെ ഈ സാധനമൊക്കെ ഇറങ്ങിയിട്ട് പണ്ട് മുതലൊക്കെയുള്ള കുറേ നാളായിട്ടുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ട്. ഇഷാൻ പക്ഷേ ഇതിനെ പറ്റിയൊന്നും വലിയ അറിവുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഏതോ ഒരു വീഡിയോയിലാണ് ഇങ്ങനത്തെ സാധനം കണ്ട് ആൾക്ക് അങ്ങനെ വേണം, അതുപോലത്തെ മൈക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ബഹളം. ഇഷാൻ നല്ലോണം പാട്ട് പാടും കേട്ടോ. അപ്പോൾ പാട്ട് പാടാനൊക്കെ ആയിട്ട് ആൾക്ക് മൈക്ക് വാങ്ങിച്ചു കൊടുത്തിരിക്കുകയായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു ഇഷാന്. ഒത്തിരി ഹാപ്പിയായ ആൾ. വലിയ വിലയൊന്നും ഇല്ലാത്തൊരു സാധനമാണ് കേട്ടോ ഇത്. എന്തോ 400 രൂപയോ അങ്ങനെ എന്തോ ഉള്ളു ഇതിന്, 400 ചില്ലാനോ ആ റേഞ്ചിലുള്ളു ഇതിന്. പക്ഷേ ഇഷാൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യായിരുന്നു. ഒരു ആ ഡ്രസ്സ് മാറിക്കഴിഞ്ഞ ആ സാധനം പിന്നെ നിലത്ത് വെച്ചിട്ടില്ല. ഫസ്റ്റിൽ അത് കുറച്ച് നേരം ചാർജ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് പിന്നെ തകർപ്പായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇല്ലുമിനാറ്റിയാണ് ഇഷാൻ്റെ ഫേവറേറ്റ് സോങ്. അപ്പോൾ അത് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ. പിന്നെ ഇടയിൽ നിന്ന് കുഴിമന്തി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അത് കഴിക്കുകയാണ്. ഈശാന് കുഴിമന്തി ഭയങ്കര ഇഷ്ടമാണ്. അൽഫാം എപ്പോഴൊന്നും വാങ്ങിക്കൊടുക്കാറില്ല കേട്ടോ, ഹെൽത്തി അല്ലല്ലോ. മന്ത്ലി വൺസൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴോ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിലോ അങ്ങനെ വാങ്ങാറുള്ളൂ കേട്ടോ. അല്ലാതെ എപ്പോഴും നമ്മളിതൊന്നും കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാറില്ല. അൽഫാമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈശാന് ഒരു ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ ചിക്കനൊക്കെ വാങ്ങി ഫ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട് അവന്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റുള്ള അൽഫാമായിരുന്നു. ചേട്ടായി ഇത് പള്ളുരുത്തി വഴിയാണ് ചേട്ടായി വന്നത് ജോലി കഴിഞ്ഞപ്പോൾ. അവിടെ നിന്നാണ് കേക്കും ഈ മന്തി വാങ്ങിച്ചത് കേട്ടോ. ഈശാൻ അവിടെ ഇരുന്ന് എൻ്റെ വീഡിയോ എടുക്കുമെന്ന്, ഞാൻ കഴിക്കുന്ന വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ആവേശം മാത്രമേ ഉള്ളൂ, പിന്നെ അതങ്ങോട്ട് സ്ലോ ആയി. പിന്നെ വലിയ കഴിപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ സോഫയിലിരുന്ന് മതിയായിട്ട് ആൾക്ക് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ ഈശാൻ ഞങ്ങളുടെ കൂടെ വന്നിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു മന്തി. നല്ല സോഫ്റ്റ് നല്ല ജ്യൂസി ചിക്കനായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന പള്ളുരുത്തിയിലാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു ഷോപ്പായിരുന്നു കേട്ടോ. ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ, ഭയങ്കര തിരക്കുമാണ്. നല്ല അടിപൊളി ഫുഡുമാണ്. നമുക്ക് വിശ്വസിച്ചൊക്കെ കഴിക്കാൻ പറ്റുന്ന, എപ്പോഴും നമ്മൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സാധനം ഉണ്ടാവാറില്ല. അപ്പം അങ്ങനത്തെ തീർന്നു പോകുന്ന ഷോപ്പുകളെ നമുക്ക് പഴകിയ ഭക്ഷണം കിട്ടുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ടല്ലോ. എപ്പോഴും നല്ല ഫ്രഷായിട്ട് ഐറ്റം കിട്ടുന്നൊരു ഷോപ്പാണ് കേട്ടോ അത്. അങ്ങനെ നമ്മളതേ മന്തിയൊക്കെ കഴിച്ച് 9:30 മണിയോ എന്തോ ആയി. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഈശാൻ്റെ വക ഗാനമേളയായിരുന്നു കേട്ടോ. പുതിയ മൈക്കിൽ ഇല്ലുമിനാറ്റി സോങ് ഒരു 3-4 പ്രാവശ്യം കിടക്കണ വരെ ഇത് തന്നെയായിരുന്നു കേട്ടോ. ആളുടെ ഒരു സന്തോഷം. പിന്നെ ഞങ്ങൾ കരോക്കൊക്കെ ഇട്ടാണ് കേട്ടോ അടിച്ച് പൊളിച്ച് പാടുന്നത്. ഈശാൻ നല്ലോണം പാട്ട് പാടി. ഞാൻ ഈശാൻ ഇല്ലുമിനാറ്റി പാടുന്ന ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നേരത്തെ ക്ലാസ്സിൽ. അത് ചുമ്മാ പാടിയതാണ് കേട്ടോ. അതിൽ നന്നായിട്ട് ആൾ പാടും, കരോക്കൊക്കെ ഇട്ടാണ് കേട്ടോ പാടുന്നത്. അങ്ങനെ ഞങ്ങളതൊക്കെ വീഡിയോ എടുത്ത് വെക്കുകയാണ്.
എല്ലാവരും കൂടെ വീഡിയോ എടുത്തൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് പാടിയിട്ട് നമ്മുടെ കുഞ്ഞൂസ്. ഞാൻ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ കേട്ടോ, അവൻ നല്ലോണം പാടുന്നതിൻ്റെ. അപ്പോൾ ഇത്ര ഉള്ളൂട്ടോ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.